ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും സക്സസ് ആക്കി വളർത്തിയെടുക്കാൻ പറ്റാത്തൊരു ചെടിയാണ് റോസ് പ്ലാന്റ്സ്. ഒരുപാട് പേര് ഒത്തിരി ക്യാഷ് കൊടുത്ത് ചെടിയെ കൊണ്ടുവന്ന് വാങ്ങി നട്ടതെല്ലാം പരാജയപ്പെട്ട് ക്യാഷൊക്കെ പോയിട്ട് ഇനി ഒരിക്കലും ഇത് നടന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഈ റോസ് വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഏതെങ്കിലും രീതിയിൽ ഒന്ന് സക്സസ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്നവരുണ്ട്. റോസ് പ്ലാന്റ്സ് റീപ്പോർട്ട് ചെയ്യുമ്പോൾ നശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുത്തേക്കാം, കാണാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നേഴ്സറി റോസ് പ്ലാന്റ്സ് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ആ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്, അതാണ് ഇന്നത്തെ വീഡിയോ കൂടെ പറയുന്നത്. പ്രത്യേകിച്ചും ഇത് ഉദ്ദേശിക്കുന്ന ബിഗിനേഴ്സ് തീരെ റോസ് സക്സസ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റാത്തൊരു ഉദ്ദേശമുള്ള ഒരു വീഡിയോ ആണിത്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ റോസ് വാങ്ങി നടുന്ന സമയമാണ്. റോസ് വാങ്ങി നടന്ന് സക്സസ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളായിരിക്കും. ഇത് നല്ല കാലാവസ്ഥയാണ്. ഈ സമയത്ത് നമ്മൾ റോസ് നടുവാണെങ്കിൽ നല്ല രീതിയിൽ അത് പിടിച്ചു കിട്ടും. മഴക്കാലത്തൊക്കെ നമ്മൾ റോസ് റീപ്പോർട്ട് ചെയ്യുന്നത് ഒഴിവാക്കുക. കാരണം ഫംഗൽ ഇൻഫെക്ഷനും മറ്റ് പെസ്റ്റിൻ്റെയൊക്കെ അറ്റാക്ക് കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. മണ്ണൊക്കെ എപ്പോഴും നനഞ്ഞിരിക്കുമ്പോൾ നമ്മൾ പുതിയതായിട്ട് മാറ്റി നടുമ്പോൾ ചിലപ്പോൾ വേരൊക്കെ ചീഞ്ഞ് പ്ലാന്റ് നശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുപോലെ റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗാർഡൻ സോയിൽ അത് ഒന്നെങ്കിൽ ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ വെയിലത്തിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഉപയോഗിക്കുക. അതുപോലെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണങ്ങിയതായിരിക്കണം. ഉണങ്ങാത്തൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ റോസ് പ്ലാന്റ്സും എല്ലാ ക്ലൈമറ്റിലും സക്സസ് ആകത്തില്ല. അപ്പം നമ്മുടെ കാലാവസ്ഥയിൽ സക്സസ് ആകുന്ന റോസ് പ്ലാന്റ്സ് കണ്ടെത്തി നമ്മൾ വാങ്ങിയിടുക. ബിഗിനേഴ്സ് റോസ് എന്ന് പറയാറില്ലേ, റോസ് നട്ട് വളർത്തുന്നവർ പറയാറുണ്ട് ഇന്ന റോസ് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചു കിട്ടും. അങ്ങനെയുള്ള റോസ് ഏതാണെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നട്ട് വളർത്തുക. അതുപോലെ ഒരുപാട് റോസ് പ്ലാന്റ്സ് ഒക്കെ ഒരുമിച്ച് വാങ്ങിക്കൊണ്ട് നടാതെ ഒന്നോ രണ്ടോ റോസ് പ്ലാന്റ്സ് വാങ്ങി അത് നട്ട് നല്ല രീതിയിൽ അത് വളർത്താൻ പഠിച്ചതിന് ശേഷം മാത്രം മറ്റ് റോസുകൾ വാങ്ങി നടുക. റോസ് പ്ലാന്റ്സ് വാങ്ങിക്കൊണ്ട് കഴിഞ്ഞാൽ അതിന് ഏത് പോട്ടി മിക്സാണ് തയ്യാറാക്കി കൊടുക്കേണ്ടത്, അതിൻ്റെ വാട്ടറിങ് എങ്ങനെയാണ്, എത്ര ദിവസം കഴിഞ്ഞ് അത് വെയിലത്ത് വെക്കാം, അതുപോലെ തന്നെ എത്ര ഇടവേളയിൽ ഫെർട്ടിലൈസർ കൊടുക്കാം, ഫസ്റ്റ് ഫെർട്ടിലൈസർ ഏതായിരിക്കണം, എങ്ങനെ കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതെങ്കിലുമൊക്കെ വളം എപ്പോഴെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ റോസ് പ്ലാന്റ്സ് നശിച്ചു പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. റോസ് പ്ലാന്റ്സ് നമുക്ക് പറ്റിയ ചെടിയല്ല, സക്സസ് ആക്കാൻ പറ്റില്ല എന്നുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ അത് വേണ്ട രീതിയിൽ നട്ട് വളർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സക്സസ് ആവും. കാരണം ഞാൻ കുറച്ച് നാളുകളായിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല സക്സസ് ആയിട്ട് തന്നെ വളർത്തിയെടുക്കുന്ന ഒരു സമയത്ത് ഇതേപോലെ തന്നെ റോസിനോട് പരാജയപ്പെട്ടിരുന്ന ഞാൻ നല്ല രീതിയിൽ തന്നെ സക്സസ് ആയിട്ട് വളർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റും. നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി.